യുടെ ആരോപണങ്ങളോട് ഇതേവരെ മുഖ്യമന്ത്രിയും കെ.ബി. ഗണേഷ് കുമാറും പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി എൻ.വി. ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്. ബാലകൃഷ്ണൻ, സർക്കാരിനെ ആകെ തന്നെ ഉലച്ച വാർത്താസമ്മേളനമാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ യാമിനി തങ്കച്ചി അല്പസമയം മുൻപ് നടത്തിയത്. മുഖ്യമന്ത്രിയാണ് തന്നെ വഞ്ചിച്ചിരിക്കുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും കൂടി ചേർന്ന് വഞ്ചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. കെ.ബി. ഗണേഷ് കുമാർ അതിനിടെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഗണേഷിന്റെ രാജി ഉണ്ടാകുമോ? അഭിലാഷ്, ഗണേഷ് കുമാറിന്റെ രാജിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാൽ ഗണേഷ് കുമാറിന്റെ രാജിയിൽ നിന്ന് മാത്രം കാര്യം അവസാനിക്കുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ നിയമസഭയിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രതിപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കുകയാണ്. ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലായിരിക്കും നാളത്തെ സമര പരിപാടികൾക്ക് അന്തിമ രൂപം നൽകുക. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. പരാതി മുഖ്യമന്ത്രിക്ക് നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ പരാതി മുഖ്യമന്ത്രി വാങ്ങിയില്ല എന്നാണ് യാമിനി തങ്കച്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇത്തരമൊരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രി പരാതി വാങ്ങിക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്യേണ്ടതാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ നാളെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിനായിരിക്കും പ്രതിപക്ഷം നേതൃത്വം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു യാമിനി തങ്കച്ചിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതിന് ശേഷം വിവിധ തലങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുകയാണ്. ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയും കെ.ബി. ഗണേഷ് കുമാറും ഷിബു ബേബി ജോണും തമ്മിൽ നിയമസഭയിലെ തന്റെ ഓഫീസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. എന്നാൽ ഈ ഒരു കൂടിക്കാഴ്ച രാജിക്ക് തയ്യാറാണ് എന്ന സന്നദ്ധത കെ.ബി. ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചതായി സൂചനയുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങിയ കെ.ബി. ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കാത്തിരുന്ന് കാണാം എന്നായിരുന്നു. അതിനുശേഷം നിയമസഭയിൽ നിന്ന് 3 മന്ത്രിമാരും പുറത്തേക്ക് വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ ഓഫീസ് മുറിയിൽ വെച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച ഇപ്പോൾ നടക്കുകയാണ്. കെ.ബി. ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും യാമിനി തങ്കച്ചിയുടെ വെളിപ്പെടുത്തലിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സംഭവങ്ങളും ഇതിൽ ഉത്ഭവിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങൾ പലതുമുണ്ടോ എന്നത് സംബന്ധിച്ചായിരിക്കും സ്വാഭാവികമായും ചർച്ച നടക്കുക. അത്തരമൊരു ചർച്ചയാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ച ആരംഭിച്ച് ഏകദേശം കാമണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള ദ്രുതഗതിയുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ കെ.ബി. ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന സൂചനയും ലഭ്യമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ കെ.ബി. ഗണേഷ് കുമാറിന്റെ വീട്ടിൽ കൂടി നിൽക്കുകയാണ്. കെ.ബി. ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരെ കണ്ട് തന്റെ നിലപാട് വിശദീകരിക്കുമെന്ന സൂചനകൾ കെ.ബി. ഗണേഷ് കുമാറുമായി അടുത്ത വൃത്തങ്ങൾ മാധ്യമപ്രവർത്തകർ നൽകിയിട്ടുണ്ട്. ബാലകൃഷ്ണൻ, ഒപ്പം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് യാമിനി തങ്കച്ചി തന്നെ വന്ന് കണ്ടിരുന്നു എങ്കിലും പരാതിയുമായി അല്ല അവർ വന്നത് എന്നായിരുന്നു. അത് അദ്ദേഹം നിയമസഭയിലും പുറത്തും പറയുകയുണ്ടായി. എന്നാൽ എഴുതി തയ്യാറാക്കിയ പരാതിയുമായാണ് താൻ പോയത് എന്നും മുഖ്യമന്ത്രി അനുനയിപ്പിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായതെന്നും യാമിനി തങ്കച്ചി ഇന്ന് വെളിപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി സഭയെയും പുറത്തും തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആക്ഷേപം സ്വാഭാവികമായും വന്നേക്കാം. പ്രതിപക്ഷം മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുമോ? തീർച്ചയായും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീക്കങ്ങൾക്കായിരിക്കും പ്രതിപക്ഷം നാളെ നിയമസഭയിൽ ഒരുക്കങ്ങൾ നടത്തുക. അതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ നൽകിയ വിവാഹമോചന ഹർജിയും അതോടൊപ്പം തന്നെ കെ.ബി. ഗണേഷ് കുമാറിനെ മർദ്ദിച്ച ഫോട്ടോകളും ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഈ വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും നാളെ നിയമസഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുക. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരു അണുപോലും പുറകോട്ട് പോകാൻ പ്രതിപക്ഷം തയ്യാറാകില്ല എന്ന സൂചനയാണ് പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ലഭിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഇത്തരമൊരു പരാതി തനിക്ക് തന്നിട്ടില്ല, തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടില്ല എന്നായിരുന്നു. അത്തരമൊരു പരാതി യാമിനി തങ്കച്ചിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിയമസഭയിൽ വെളിപ്പെടുത്താൻ കഴിയില്ല. അത്തരമൊരു ചർച്ചയിലേക്ക് പോകുന്നത് ശരിയല്ല. ഇത് അവരുടെ കുടുംബ പ്രശ്നം മാത്രമാണ് എന്ന നിലപാടായിരുന്നു അന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ നിലപാടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യാമിനി തങ്കച്ചി പറയട്ടെ എന്നും അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തെ നോക്കി പറഞ്ഞിരുന്നു. സ്വാഭാവികമായും യാമിനി തങ്കച്ചി ഇപ്പോൾ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. തന്നെ 16 വർഷമായി പീഡിപ്പിക്കുകയാണ് എന്നും തന്നെ മർദ്ദിച്ചു എന്നും നിലപാട് യാമിനി തങ്കച്ചി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും, മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും പ്രതിപക്ഷം നിയമസഭയിൽ ആഞ്ഞടിക്കുക. സ്വാഭാവികമായും അതിന്റെ ഒരുക്കങ്ങൾ ഇന്ന് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ
ഇത്തരത്തിൽ സമൂലമായ ചിലപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ചില നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അല്പസമയം മുമ്പ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തമ്മിൽ ചർച്ച നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരോട് ഒന്നും സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഇന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ യാമിനി തങ്കച്ചിയുടെ വെളിപ്പെടുത്തൽ ശേഷമുണ്ടായ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക എന്ന സൂചനകളുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന നിലപാടാണ് ഇപ്പോൾ ഭരണപക്ഷം പുലർത്തുന്നത്. സ്വാഭാവികമായും ഏതെങ്കിലും രൂപത്തിൽ മറികടക്കാൻ കഴിയുന്ന രണ്ട് നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഷിബു ബേബി ജോൺ തന്റെ സ്വകാര്യ സംഭാഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. NV ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി വരാൻ ബാലകൃഷ്ണനിലേക്ക് വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കുന്നത്. മന്ത്രി പത്നിയുടെ വാർത്താ സമ്മേളനം ഗണേഷ് കുമാർ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഭാര്യ യാമിനി തങ്കച്ചി പറഞ്ഞത്. വിവാഹേതര ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം കഴിഞ്ഞ 16 വർഷമായി തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നും യാമിനി തങ്കച്ചി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു. ഈ കാര്യം നടന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് T. ബാലകൃഷ്ണനാണ്. അവർക്കെല്ലാവർക്കും ഈ കാര്യം വർഷങ്ങളായിട്ട് അറിയാം. വർഷങ്ങളായിട്ട് 10-16 വർഷമായിട്ട് ഈ ഫിസിക്കൽ അബ്യൂസ് നടക്കുകയാണ്. എല്ലാ പ്രാവശ്യവും നടക്കുന്നത് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഇതേപോലത്തെ ഒരു വേറെ സ്ത്രീകളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കുമ്പോഴാണ് ഈ പീഡനം നടക്കുന്നത്. അത് എല്ലാവർക്കും അറിയാം. ആ വീട്ടിൽ അന്നും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് T. ബാലകൃഷ്ണനും ബിന്ദു ബാലകൃഷ്ണനുമാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ CMന്റെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എനിക്കോ അച്ഛനില്ല, എനിക്ക് ആരുമില്ല എനിക്ക് വേണ്ടി സംസാരിക്കാൻ. അപ്പോൾ CMന്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചാൻസ് തരണം, ഞങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ, ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പോം വഴി കാണും, അത് ശരിയാക്കി തരാം. ആ ഒരു ഉറപ്പിൽ മാത്രമാണ് ഞാൻ ഇത്രയും നാളും മുന്നോട്ട് വരാതിരുന്നത്. CM പറഞ്ഞു, നമുക്ക് എന്താന്ന് വെച്ചാൽ പരിഹാരം കാണാം. ഞാൻ എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തിലാണ് CMനെ കണ്ടിരുന്നത്. എന്നിട്ട് അദ്ദേഹവും കൂടെ ചേർന്നാണ് എന്നെ ഇപ്പം ചീറ്റ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനമാണ് യാമിനി തങ്കച്ചി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഗണേഷിന്റെ ചതിക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു. രേഖാമൂലം പരാതി നൽകാൻ ശ്രമിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരവസരം തരണമെന്ന് അപേക്ഷിച്ച് തിരിച്ചയക്കുകയായിരുന്നു. മധ്യസ്ഥം വഹിച്ച മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവരും ചതിച്ചെന്ന് യാമിനി കുറ്റപ്പെടുത്തി.